ഓം ശാന്തി 4/4/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമരായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. പുരുഷോത്തമർ ദേവതകളാണ്, കാരണം അവർ പാവനരാണ്. നിങ്ങൾ പാവനമായി കൊണ്ടിരിക്കുകയാണ്. ചോദ്യം: പരിധിയില്ലാത്ത അച്ഛൻ നിങ്ങൾ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് അഭയം നൽകിയത്? ഉത്തരം: കാരണം നമ്മൾ എല്ലാവരും അഴുക്കുകുട്ടയിൽ പെട്ടിരിക്കുകയായിരുന്നു. ബാബ നമ്മെ അഴുക്കുകുട്ടയിൽ നിന്ന് പുറത്തെടുത്ത് പൂക്കളാക്കി മാറ്റുന്നു. ആസുരീയ ഗുണങ്ങളുള്ളവരെ ദൈവിക ഗുണവാന്മാരാക്കി മാറ്റുന്നു. ഡ്രാമയനുസരിച്ച് ബാബ വന്ന് നമ്മെ അഴുക്കിൽ നിന്ന് പുറത്തെടുത്ത് ദത്തെടുത്ത് തന്റേതാക്കിയിരിക്കുന്നു. ഗീതം: ഇന്ന് അതിരാവിലെ വന്നിരിക്കുന്നത് ആരാണ്? ഓം ശാന്തി. രാത്രിയെ പകലാക്കി മാറ്റുന്നതിന് വേണ്ടി ബാബയ്ക്ക് വരേണ്ടി വരുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ബാബ വന്നിരിക്കുകയാണ്. ആദ്യം നമ്മൾ ശൂദ്രവർണത്തിലേതായിരുന്നു, ശൂദ്ര ബുദ്ധിയുള്ളവരായിരുന്നു. വർണ്ണങ്ങളുള്ള ചിത്രങ്ങളും മനസ്സിലാക്കി കൊടുക്കാൻ വളരെ നല്ലതാണ്. നമ്മൾ ഈ വർണ്ണങ്ങളിൽ എങ്ങനെയാണ് കറങ്ങുന്നത് എന്ന് കുട്ടികൾക്കറിയാം. ഇപ്പോൾ പരമപിത പരമാത്മാവ് നമ്മെ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണൻ ആക്കുകയാണ്. കൽപ്പകൽപ്പം കൽപ്പത്തിലെ സംഗമയുഗത്തിലാണ് നമ്മൾ ബ്രാഹ്മണരാകുന്നത്. ബ്രാഹ്മണരെ പുരുഷോത്തമർ എന്ന് പറയില്ല. ദേവതകളെയാണ് പുരുഷോത്തമർ എന്ന് പറയുന്നത്. ബ്രാഹ്മണർ പുരുഷോത്തമരാകുന്നതിനായി ഇവിടെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പതീതത്തിൽ നിന്ന് പാവനമാക്കുന്നതിന് വേണ്ടിയാണ് ബാബയെ വിളിക്കുന്നത്. സ്വയത്തോട് ചോദിക്കണം, നമ്മൾ എത്രത്തോളം പാവനമായിക്കൊണ്ടിരിക്കുന്നുണ്ട്? വിദ്യാർത്ഥികളും പഠിപ്പിന് വേണ്ടി വിചാരസാഗര മന്ഥനം ചെയ്യുന്നു. ഈ പഠിപ്പിലൂടെ നമ്മൾ ഇന്നതായി മാറുന്നു എന്ന് ചിന്തിക്കുന്നു. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്, നമ്മളിപ്പോൾ ബ്രാഹ്മണൻ ആയിരിക്കുകയാണ് ദേവതയാകുന്നതിന് വേണ്ടി. ഇത് അമൂല്യ ജീവിതമാണ്, കാരണം നിങ്ങൾ ഈശ്വരീയ സന്താനങ്ങളാണ്. ഈശ്വരനാണ് നിങ്ങളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പതീതത്തിൽ നിന്നും പാവനമാക്കുന്നത്. ദേവതകളാണ് പാവന ആത്മാക്കൾ. വർണ്ണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതും വളരെ നല്ലതാണ്. സന്യാസിമാരൊന്നും ഈ കാര്യങ്ങൾ വിശ്വസിക്കില്ല. ബാക്കി 84 ജന്മങ്ങളുടെ കണക്കിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇതും അവർക്കറിയാൻ കഴിയും. അവർ സന്യാസധർമ്മത്തിലുള്ളവർ 84 ജന്മങ്ങൾ എടുക്കുകയില്ല. ഇസ്ലാം ധർമ്മത്തിലുള്ളവരും ബുദ്ധമതത്തിലുള്ളവരും 84 ജന്മം എടുക്കില്ലെന്ന് മനസ്സിലാക്കുന്നു. അവർ പുനർജന്മങ്ങൾ എടുക്കുന്നുണ്ട്, പക്ഷേ കുറവാണ്. നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെ അവർ പെട്ടെന്ന് ഉൾക്കൊള്ളും. മനസ്സിലാക്കി കൊടുക്കാനുള്ള യുക്തിയും വേണം. നിങ്ങൾ കുട്ടികൾ സന്മുഖത്തിരിക്കുമ്പോൾ ബാബ ബുദ്ധി റീഫ്രഷ് ആക്കുന്നു. എങ്ങനെയാണോ മറ്റുള്ള കുട്ടികളും ഇവിടേക്ക് റീഫ്രഷ് ആകുന്നതിന് വേണ്ടി വരുന്നത്, നിങ്ങളെ ബാബ ദിവസേന ധാരണ ചെയ്യിച്ച് റീഫ്രഷ് ആക്കി മാറ്റുന്നു. നമ്മൾ എങ്ങനെ 84 ജന്മങ്ങൾ എടുക്കുന്നു എന്നതിനെക്കുറിച്ച് ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. എങ്ങനെ ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനാകുന്നു? ബ്രാഹ്മണരാണ് ബ്രഹ്മാവിന്റെ സന്താനങ്ങൾ. ബ്രഹ്മാവ് എവിടെ നിന്നും വന്നു? ബാബ മനസ്സിലാക്കി തരുന്നു, ഞാനാണ് ഇദ്ദേഹത്തിന് ബ്രഹ്മാവ് എന്ന് വെച്ചത്. ഇത് ബ്രഹ്മകുമാർ കുമാരിമാരുടെ ഒരു കുടുംബമാണ്. അപ്പോൾ തീർച്ചയായും ദത്തെടുക്കപ്പെട്ടിരിക്കുകയാണ്. ബാബ തന്നെയാണ് ദത്തെടുത്തിരിക്കുന്നത്. ശിവബാബയാണ് അച്ഛൻ. ശിവബാബയെ ദാദ, അതായത് ജ്യേഷ്ഠൻ എന്ന് പറയില്ല. അച്ഛനെ അച്ഛൻ എന്നേ പറയൂ. അച്ഛനിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുക. അമ്മാവൻ, അമ്മായി, കുടുംബക്കാർ എന്നിവരും ചിലപ്പോൾ ദത്തെടുക്കാറുണ്ട്.
ബാബ കേൾപ്പിച്ചു തരുന്നു, ഒരു പെൺകുട്ടി അഴുക്കുകുട്ടയിൽ ഉപേക്ഷിക്കപ്പെട്ടിരുന്നു. അതിനെ ആരോ എടുത്ത് മറ്റൊരാൾക്ക് ദത്ത് കൊടുത്തു. കാരണം അവർക്ക് അവരുടേതായ കുട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദത്തെടുത്തവരെയാണ് ആ കുട്ടി അച്ഛൻ, അമ്മ എന്ന് വിളിക്കുക. ഇവിടെ പരിധിയില്ലാത്ത കാര്യമാണ്. നിങ്ങൾ കുട്ടികളും പരിധിയില്ലാത്ത അഴുക്കുകുട്ടയിൽ പെട്ടിരുന്നു. വിഷയവൈതരണി നദിയിൽ പെട്ടിരുന്നു. അഴുക്കുകൊണ്ട് എത്ര മോശമായിരുന്നു. ഡ്രാമയനുസരിച്ച് ബാബ വന്ന് നിങ്ങളെ ദത്തെടുത്തു, ഈ അഴുക്കിൽ നിന്നും പുറത്തെടുത്തു. തമോ പ്രധാനരായതുകൊണ്ടാണ് അഴുക്കെന്ന് പറയുന്നത്. ആസുരീയ അവഗുണങ്ങളുള്ള മനുഷ്യർ ദേഹ അഭിമാനികളാണ്. കാമവും ക്രോധവുമാണ് ഏറ്റവും വലിയ വികാരങ്ങൾ. നിങ്ങൾ ആദ്യം രാവണന്റെ ഏറ്റവും വലിയ അഴുക്കുകുട്ടയിൽ പെട്ടിരുന്നു. വാസ്തവത്തിൽ നിങ്ങൾ അഭയാർത്ഥികളാണ്. ഇപ്പോൾ നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടെ അഭയം നേടിയിരിക്കുകയാണ്. അഴുക്കിൽ നിന്നും മുക്തമായി ദേവതകൾക്ക് സമാനം പുഷ്പങ്ങൾ ആവുകയാണ്. ഈ സമയം മുഴുവൻ ലോകവും അഴുക്കിന്റെ വലിയ കുട്ടയിൽ പെട്ടിരിക്കുകയാണ്. ബാബ വന്ന് നിങ്ങൾ കുട്ടികളെ അഴുക്കിൽ നിന്നും മുക്തമാക്കി തന്റേതാക്കി മാറ്റുന്നു. പക്ഷെ അഴുക്കിൽപ്പെട്ട കുട്ടികളെ ബാബ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുമ്പോൾ വീണ്ടും അഴുക്കിലേക്ക് തന്നെ പോകാൻ താൽപര്യപ്പെടുന്നു. ബാബ വന്ന് പരിധിയില്ലാത്ത അഴുക്കിൽ നിന്നും മുക്തമാക്കുകയാണ്. ബാബ വന്ന് ഞങ്ങളെ മുള്ളിൽ നിന്ന് പുഷ്പമാക്കി മാറ്റൂ എന്ന് വിളിക്കുന്നുണ്ട്. മുൾക്കാട്ടിൽ നിന്നും മുക്തമാക്കി പൂക്കളാക്കി മാറ്റൂ. ഈശ്വരീയ പൂന്തോട്ടത്തിൽ ഇരുത്തൂ. ഇപ്പോൾ ആസുരീയ കാട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. ബാബ നിങ്ങൾ കുട്ടികളെ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണർ പിന്നീട് ദേവതയാകുന്നു. ഇത് ദേവതകളുടെ രാജധാനിയാണ്. ബ്രാഹ്മണർക്ക് രാജപദവിയില്ല. പാണ്ഡവർ എന്ന് പേരുണ്ടെങ്കിലും അവരുടെ രാജധാനിയൊന്നുമില്ല. രാജധാനി പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ബാബയോടൊപ്പം ഇരിക്കുന്നത്. പരിധിയില്ലാത്ത രാത്രി ഇപ്പോൾ പൂർത്തിയായി. പരിധിയില്ലാത്ത പകൽ ആരംഭിക്കുകയാണ്. ഗീതം കേട്ടില്ലേ? ആരാണ് അതിരാവിലെ വന്നിരിക്കുന്നത്? അതിരാവിലെ വരുന്നത് രാത്രിയെ അകറ്റി പകലാക്കാനാണ്. നരകത്തെ നശിപ്പിച്ച് സ്വർഗം സ്ഥാപന ചെയ്യാനാണ്. ബുദ്ധിയിൽ ഇതെങ്കിലും ഉണ്ടെങ്കിൽ അപാര സന്തോഷം ഉണ്ടായിരിക്കും. പുതിയ ലോകത്തിൽ ഉയർന്ന പദവി നേടുന്ന കുട്ടികൾ ഒരിക്കലും തന്റെ ആസുരീയ സ്വഭാവം കാണിക്കില്ല. ഏതൊരു യജ്ഞത്തിലൂടെയാണോ ഇത്രയും ഉയർന്നതാക്കി മാറുന്നത്, ആ യജ്ഞത്തിന്റെ സേവനം വളരെ സ്നേഹത്തോടെ ചെയ്യുന്നു. ഇങ്ങനെ ഒരു യജ്ഞത്തിൽ തന്റെ എല്ലുകൾ പോലും സമർപ്പിക്കണം. അവനവനിലേക്ക് നോക്കൂ. ഇങ്ങനെയുള്ള പെരുമാറ്റത്തിലൂടെ തനിക്ക് ഉയർന്ന പദവി നേടാൻ കഴിയുമോ? വിവരം കെട്ട കൊച്ചു കുട്ടികളൊന്നുമല്ലല്ലോ. എങ്ങനെ രാജാവിന്റെ പദവി, പ്രജയുടെ പദവി ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബാബ അനുഭവി രഥത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ രഥത്തിന് വലിയ വലിയ രാജാക്കന്മാരെ പോലും നല്ല രീതിയിൽ പരിചയമുണ്ട്. അങ്ങനെയുള്ള രാജാക്കന്മാരുടെ ദാസദാസിമാർക്ക് പോലും സ്വർഗത്തിൽ വളരെയധികം സുഖമാണ്. അവരും രാജാക്കന്മാരുടെ കൂടെയാണ് വസിക്കുക. പക്ഷെ അവരെ പറയുന്നത് ദാസദാസിമാർ എന്നാണ്. അവർക്കവിടെ സുഖം ലഭിക്കുമല്ലോ. രാജാ റാണിമാർ എന്തെല്ലാമാണോ കഴിക്കുന്നത് അത് തന്നെ അവർക്കും ലഭിക്കുന്നു. പുറമേ ജീവിക്കുന്നവർക്ക് ഇതൊന്നും കഴിക്കാൻ സാധിക്കില്ല. ദാസിമാരിലും നമ്പർ പ്രകാരമായിരിക്കും. ചിലർ അലങ്കരിക്കുന്നവരാണ്, ചിലർ കുട്ടികളെ സംരക്ഷിക്കുന്നവരാണ്, ചിലർ അടിച്ചു വാരുന്നവരായിരിക്കും. ഇവിടെയുള്ള രാജാക്കന്മാർക്ക് ഇത്രയും ദാസദാസിമാരുണ്ടെങ്കിൽ സ്വർഗത്തിലുള്ളവർക്ക് എത്ര ഉണ്ടായിരിക്കും? ഓരോരുത്തർക്കും
വേറെ വേറെ ഉത്തരവാദിത്വമായിരിക്കും. വസിക്കുന്ന സ്ഥാനവും വേറെ ആയിരിക്കും. അവർ രാജാ റാണിമാരെ പോലെ അലങ്കരിക്കപ്പെട്ടവരായിരിക്കില്ല. സേവകർ വസിക്കുന്ന സ്ഥലം തന്നെ വേറെയായിരിക്കും. അവർ കൊട്ടാരത്തിനുള്ളിലേക്ക് തീർച്ചയായും വരുന്നു, പക്ഷേ വസിക്കുന്നത് സേവകരുടെ വാസസ്ഥലത്തായിരിക്കും. അപ്പോൾ ബാബ നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നു, ഉയർന്ന പദവി നേടുന്നതിനായി സ്വയം തന്റെ മേൽ പ്രയത്നിക്കൂ. നമ്മളിപ്പോൾ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണൻ ആയിരിക്കുകയാണ്. അഹോ സൗഭാഗ്യം! പിന്നീട് ദേവതയാകുന്നു. ഈ സംഗമയുഗം മംഗളകാരി യുഗമാണ്. നിങ്ങളുടെ ഓരോ കാര്യത്തിലും മംഗളം അടങ്ങിയിട്ടുണ്ട്. ഭണ്ഡാരയിലും, അതായത് അടുക്കളയിലും യോഗത്തിലിരുന്ന് ഭോജനം ഉണ്ടാക്കുകയാണെങ്കിൽ വളരെയധികം പേരുടെ നന്മ അടങ്ങിയിട്ടുണ്ട്. ശ്രീനാഥ ക്ഷേത്രത്തിൽ ഭോജനമുണ്ടാക്കുന്നത് തീർത്തും ശാന്തിയിലാണ്. ശ്രീനാഥന്റെ, അതായത് ശ്രീകൃഷ്ണന്റെ ഭക്തിയിൽ തന്നെ ഭക്തർ മുഴുകിയിരിക്കുന്നു. നിങ്ങൾ ജ്ഞാനത്തിന്റെ ലഹരിയിലിരിക്കണം. കൃഷ്ണഭക്തി അത്രയും തീവ്രമാണ്, അക്കാര്യമേ പറയേണ്ട. വൃന്ദാവനത്തിൽ 2 പെൺകുട്ടികളുണ്ട്. അവർ പൂർണ്ണ ഭക്തകളാണ്. ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുമെന്നാണ് പറയുന്നത്. കൃഷ്ണന്റെ ഓർമ്മയിൽ ഇവിടെ തന്നെ ശരീരം ഉപേക്ഷിക്കും. അവരെ ഭക്തശിരോമണികൾ എന്നാണ് പറയുക. കൃഷ്ണന് മേൽ സമർപ്പണമാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ബാബയുടെ മേൽ സമർപ്പണമാകണം. യജ്ഞത്തിന്റെ ആരംഭത്തിൽ എല്ലാവർക്കും ശിവബാബയിൽ അത്രയും സമർപ്പണ ബുദ്ധി ആയിരുന്നു. ധാരാളം പേർ വന്നിരുന്നു. ഭാരതത്തിലേക്ക് വന്നതിന് ശേഷം വളരെയധികം പേർക്ക് തന്റെ വീടിനെ കുറിച്ച് ഓർമ്മ വന്നു. എത്ര പേരാണ് തിരിച്ചുപോയത്? ധാരാളം പേർക്ക് ഗ്രഹപ്പിഴ വന്നു. ഓരോരുത്തർക്ക് ഓരോ ഗ്രഹപ്പിഴ ഉണ്ടാകുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, ആര് വന്നാലും എവിടേക്കാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കണം. പുറമേയുള്ള ബോർഡ് കണ്ടില്ലേ, ബ്രഹ്മകുമാർ കുമാരിമാർ. ഇത് പരിവാരമാണ്. അച്ഛൻ നിരാകാരനായ പരമപിത പരമാത്മാവാണ്. പിന്നീട് പ്രജാപിത ബ്രഹ്മാവും പ്രശസ്തമാണ്. ഇതെല്ലാം ബ്രഹ്മാവിന്റെ മക്കളാണ്. ശിവബാബ മുത്തച്ഛനാണ്. ശിവബാബയിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത്. ബാബയുടെ നിർദ്ദേശമാണ്, നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കൂ, എന്നാൽ പതീതത്തിൽ നിന്ന് പാവനമാകുന്നു. കൽപ്പം മുൻപും ഇതുപോലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എത്ര ഉയർന്ന പഠിപ്പാണ് നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നമ്മൾ ബാബയിൽ നിന്നും സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുട്ടികൾ മനുഷ്യനിൽ നിന്നും ദേവനായി മാറാനുള്ള പഠിപ്പ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ദൈവിക ഗുണം ധാരണ ചെയ്യണം. നിങ്ങളുടെ വാക്ക്, പെരുമാറ്റം, കഴിക്കുക, കുടിക്കുക എല്ലാം എത്ര റോയൽ ആയിരിക്കണം. ദേവതകൾ വളരെ കുറച്ചേ കഴിക്കൂ. അവരിൽ യാതൊരു ആസക്തിയും ഉണ്ടാവുകയില്ല. 36 പ്രകാരത്തിലുള്ള ഭോജനം ഉണ്ടാക്കുന്നു, പക്ഷെ കഴിക്കുന്നത് വളരെ കുറച്ചാണ്. കഴിക്കുന്നതിലും കുടിക്കുന്നതിലും ആസക്തി വെക്കുക, ഇതിനെയും ആസുരീയ പെരുമാറ്റം എന്ന് പറയുന്നു. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണമെങ്കിൽ കഴിക്കുന്നതും കുടിക്കുന്നതും വളരെ ശുദ്ധവും സാധാരണവും ആയിരിക്കണം. പക്ഷെ മായ നിങ്ങളെ കല്ല് ബുദ്ധിയാക്കി മാറ്റുന്നു. അപ്പോൾ പദവിയും അതുപോലെ തന്നെ ലഭിക്കുന്നു. ബാബ പറയുന്നു, തന്റെ മംഗളത്തിനു വേണ്ടി ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യൂ. നല്ല രീതിയിൽ പഠിക്കൂ, പഠിപ്പിക്കൂ. എന്നാൽ നിങ്ങൾക്ക് തന്നെ അഭിവൃദ്ധിയും ലഭിക്കുന്നു. നിങ്ങൾ തന്റെ പുരുഷാർത്ഥത്തിലൂടെയാണ് പദവി നേടുന്നത്, അല്ലാതെ ഇത് ബാബ നൽകുന്നതല്ല. സ്വയം അവനവനിലേക്ക് നോക്കണം. ഞാൻ എത്രത്തോളം സേവനം ചെയ്യുന്നുണ്ട്? ഞാൻ എന്തായി തീരും? ഈ സമയം ഞാൻ ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്ത് പദവി ലഭിക്കും? ആരെങ്കിലും ബാബയോട് ചോദിക്കുകയാണെങ്കിൽ ബാബയ്ക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും, ഇവർ ഈ പെരുമാറ്റത്തിലൂടെ എന്ത് പദവി നേടും.
പുരുഷാർത്ഥം ചെയ്തില്ല എങ്കിൽ കൽപ്പകൽപ്പാന്തരം അവനവന് നഷ്ടം ഉണ്ടാക്കുന്നു. നല്ല രീതിയിൽ സേവനം ചെയ്യുന്നവർ തീർച്ചയായും നല്ല പദവി നേടും. ഉള്ളിലറിയാൻ സാധിക്കും, ഇവർ ദാസദാസിയായി മാറുന്നു. പക്ഷെ പുറമേ അറിയാൻ കഴിയില്ല. സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഞങ്ങൾ സീനിയർ ആണോ ജൂനിയർ ആണോ എന്ന്. ഇവിടെയും അതുപോലെയാണ്. ആരാണോ സീനിയർ അവർ രാജാ റാണിയാകുന്നു. ജൂനിയർ ആയവർ കുറഞ്ഞ പദവിയും നേടുന്നു. ധനവാന്മാരിലും സീനിയറും ജൂനിയറും ഉണ്ടാകും. സീനിയർ ആയവരുടെ പദവി ഉയർന്നതായിരിക്കും. അടിച്ചു വരുന്ന ദാസിമാർക്ക് ഒരിക്കലും കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിക്കാനുള്ള അനുവാദമില്ല. ഈ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവസാനം ഇനിയും മനസ്സിലാക്കി തരും. ഉയർന്ന പദവി നേടുന്ന കുട്ടികൾക്ക് ബഹുമാനം കൊടുക്കണം. കുമാർക്ക, അതായത് പ്രകാശ് മണി ദാദിജി സീനിയർ ആണ്. അപ്പോൾ അവർക്ക് ബഹുമാനം കൊടുക്കണം. ബാബ കുട്ടികളോട് ശ്രദ്ധിക്കാൻ പറയുകയാണ്, മഹാരഥികളായ കുട്ടികളെ ബഹുമാനിക്കൂ. ബഹുമാനിക്കുന്നില്ല എങ്കിൽ അവനവന്റെ മേൽ പാപം വർദ്ധിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങളിലെല്ലാം ബാബ ശ്രദ്ധ നൽകാൻ പറയുകയാണ്. വളരെയധികം സൂക്ഷിക്കണം. നമ്പർ പ്രകാരം ആർക്ക് എങ്ങനെ ബഹുമാനം കൊടുക്കണം എന്നതിനെക്കുറിച്ച് ബാബയ്ക്കറിയാം. ബാബ ഓരോരുത്തരെയും അറിയുന്നുണ്ട്. ആരെയെങ്കിലും പറഞ്ഞാൽ അവർ പിന്നെ കുലദ്രോഹിയായി മാറുന്നു. പിന്നീട് മാതാക്കൾക്കും കുമാരിമാർക്കും ബന്ധനം സൃഷ്ടിക്കുന്നു. ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്നു. ധാരാളം മാതാക്കൾ എഴുതാറുണ്ട്, ബാബ ഞങ്ങളെ ഇവർ ബുദ്ധിമുട്ടിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യും? അവർ നിങ്ങളുടെ മേൽ ഉപദ്രവം കാണിക്കാൻ നിങ്ങൾ മൃഗങ്ങളൊന്നും അല്ലല്ലോ. ഉള്ളിൽ അവരോട് ഹൃദയത്തിന്റെ പ്രീതി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഇതിൽ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ആത്മാവ് തന്നെയാണ് തന്റെ ശത്രുവും മിത്രവും. എന്തു വേണമെങ്കിലും അവർ ചെയ്തോട്ടെ. ചോദിക്കുന്നു, അർത്ഥം അവരോട് ഹൃദയത്തിന്റെ പ്രീതി ഉള്ളതുകൊണ്ടാണ്. ഓർമ്മയാണ് മുഖ്യമായത്. ഓർമ്മയിലൂടെയാണ് നിങ്ങൾ പാവനമാകുന്നത്. ഈ ലക്ഷ്മി നാരായണന്മാർ നമ്പർ 1 പാവനമല്ലേ? മമ്മ എത്ര സേവനമാണ് ചെയ്തിരുന്നത്. ഞങ്ങൾ മമ്മയെക്കാളും സമർത്ഥരാണ് എന്നാർക്കും പറയാൻ സാധിക്കില്ല. മമ്മ ജ്ഞാനത്തിലും വളരെ തീവ്രമായിരുന്നു. വളരെയധികം പേരിലും യോഗത്തിന്റെ കുറവുണ്ട്. ഓർമ്മയിലിരിക്കാൻ സാധിക്കുന്നില്ല. ഓർമ്മയിലിരിക്കുന്നില്ല എങ്കിൽ എങ്ങനെ വികർമ്മം നശിക്കും? നിയമം ഇതാണ്, അവസാന സമയത്ത് ഓർമ്മയിൽ ശരീരം ഉപേക്ഷിക്കണം. ശിവബാബയുടെ ഓർമ്മയിൽ തന്നെ പ്രാണൻ ശരീരത്തിൽ നിന്ന് പോകണം. ഒരേ ഒരു ബാബയെ കൂടാതെ മറ്റാരെയും തന്നെ ഓർമ്മ വരരുത്. എവിടെയും ആസക്തി ഉണ്ടാകരുത്. നമ്മൾ അശരീരിയായി വന്നു, വീണ്ടും അശരീരിയായി തിരികെ പോകണം എന്ന അഭ്യാസം ചെയ്യണം. ബാബ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. വളരെയധികം മധുരമായി മാറണം. ദൈവിക ഗുണങ്ങളും ആവശ്യമാണ്. ദേഹാഭിമാനത്തിന്റെ ഭൂതം ഉണ്ടാകരുത്. അവനവന്റെ മേൽ വളരെ ശ്രദ്ധ വയ്ക്കണം. വളരെ സ്നേഹത്തോടെ പെരുമാറണം. ബാബയെയും ചക്രത്തെയും ഓർമ്മിക്കൂ. ചക്രത്തിന്റെ രഹസ്യം മറ്റാർക്കെങ്കിലും കേൾപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ അത്ഭുതപ്പെടും. 84 ജന്മങ്ങളെക്കുറിച്ച് തന്നെ ആർക്കും ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ 84 ലക്ഷത്തിന്റെ എങ്ങനെ ഓർമ്മിക്കാൻ സാധിക്കും? ഇതിന്റെ ചിന്ത പോലും വരില്ല. ഈ ചക്രത്തെ തന്നെ ബുദ്ധിയിൽ ഓർമ്മിക്കുകയാണെങ്കിൽ അഹോ സൗഭാഗ്യം. അപ്പോൾ ഈ നാടകം പൂർത്തിയാകുന്നു. പഴയ ലോകത്തോട് വൈരാഗ്യമുണ്ടാകണം. ബുദ്ധിയോഗം ശാന്തിധാമത്തിലും സുഖധാമത്തിലും ആയിരിക്കണം. ഗീതയിലുണ്ട് മന്മനാഭവ. മറ്റൊരു ഗീതാ പാഠികൾക്കും മന്മനാഭവയുടെ അർത്ഥം അറിയില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഭഗവാനു വാച. ദേഹത്തിന്റെ എല്ലാ സംബന്ധങ്ങളെയും ഉപേക്ഷിച്ച്
സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഇതാരാണ് പറഞ്ഞത്? കൃഷ്ണ ഭഗവാൻ അല്ലല്ലോ. ചിലർ പറയുന്നു, ഞങ്ങൾ ശാസ്ത്രങ്ങളെ മാത്രമേ അംഗീകരിക്കൂ. ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞാലും ഞങ്ങൾ ശാസ്ത്രങ്ങളിലുള്ളതല്ലാതെ അംഗീകരിക്കില്ല. അവർ ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കും. ഭഗവാൻ വന്നിരിക്കുന്നു, രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി ശാസ്ത്രങ്ങളെല്ലാം ഭക്തി മാർഗത്തിലേതാണ്. ഭഗവാനിൽ നിശ്ചയമുണ്ടെങ്കിൽ സമ്പത്തെടുക്കുന്നതിൽ മുഴുകുന്നു. പിന്നീട് ഭക്തി പോലും ഇല്ലാതാകും. പക്ഷെ നിശ്ചയമുണ്ടെങ്കിലേ ഉള്ളൂ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ദേവതയാകുന്നതിന് വേണ്ടി വളരെ കുലീനമായ സംസ്കാരം ധാരണ ചെയ്യണം. കഴിക്കുന്നതും കുടിക്കുന്നതും വളരെ ശുദ്ധവും സാധാരണവുമായിരിക്കണം. ആസക്തി പാടില്ല. തന്റെ മംഗളത്തിനു വേണ്ടി ദൈവിക ഗുണം ധാരണ ചെയ്യണം. 2. സ്വയത്തിനു മേൽ ശ്രദ്ധ വയ്ക്കൂ. എല്ലാവരോടും ഒപ്പവും വളരെ സ്നേഹത്തോടെ പെരുമാറണം. തന്നെക്കാളും സീനിയർ ആയവരെ ബഹുമാനിക്കണം. വളരെയധികം മധുരമായിരിക്കണം. ദേഹാഭിമാനത്തിലേക്ക് വരരുത്. വരദാനം: കഴിഞ്ഞുപോയ കാര്യങ്ങളെ ദയാമനസ്കരായി ഉള്ളിലൊതുക്കുന്ന ശുഭചിന്തകരായി ഭവിക്കട്ടെ. അഥവാ ആരുടെയെങ്കിലും പഴയ ബലഹീനതയുടെ കാര്യങ്ങൾ കേൾപ്പിക്കുകയാണെങ്കിൽ ശുഭഭാവനയോടെ മാറി നിൽക്കൂ. വ്യർത്ഥ ചിന്തനങ്ങളുടെയോ ബലഹീനതകളുടെയോ കാര്യങ്ങൾ പരസ്പരം നടത്തരുത്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ദയാമനസ്കരായി ഉള്ളിലൊതുക്കൂ. ഉള്ളിലൊതുക്കി ശുഭഭാവനയോടെ ആ ആത്മാവിന് വേണ്ടി മനസ്സാ സേവനം നടത്തിക്കൊണ്ടിരിക്കൂ. സംസ്കാരങ്ങൾക്ക് വശപ്പെട്ട് തലകീഴായത് പറയുകയോ ചെയ്യുകയോ കേൾക്കുകയോ ചെയ്താൽ അവരെ പരിവർത്തനപ്പെടുത്തൂ. 1-ൽ നിന്നും 2, 2-ൽ നിന്ന് 3 എന്ന വിധത്തിൽ വ്യർത്ഥ കാര്യങ്ങളുടെ മാല ഉണ്ടാക്കരുത്. അപ്രകാരമുള്ള ശ്രദ്ധ കൊടുക്കുക അർത്ഥം ശുഭചിന്തകരാകുക. സ്ലോഗൻ: സന്തുഷ്ടമണിയാകൂ, എങ്കിൽ പ്രഭു പ്രിയരും ലോകപ്രിയരും സ്വയം പ്രിയരും ആയി മാറാം. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപത്തിന്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. ശരീരവും ആത്മാവും കമ്പൈൻഡ് ആകുമ്പോഴാണ് ജീവിതമുണ്ടാകുന്നത്. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേറിടുമ്പോൾ ജീവിതം നിലയ്ക്കുന്നു. അങ്ങനെയുള്ള കർമ്മയോഗി ജീവിതം അർത്ഥം കർമ്മം യോഗമില്ലാത്തതല്ല, യോഗം കർമ്മമില്ലാത്തതുമല്ല. സദാ കമ്പൈൻഡ് ആകാമെങ്കിൽ സഫലത ലഭിച്ചുകൊണ്ടിരിക്കും. ഓം ശാന്തി.